പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനെ വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കുകയും അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനും മറ്റുള്ളവരോട് പങ്കുവെക്കാനും ഒക്കെ തോന്നുകയും ചെയ്യും. അത്തരത്തിൽ ഈ അടുത്ത് വായിച്ചതിൽ വെച്ച് എനിക്ക് വളരെ ഹൃദ്യമായൊരു ചിന്താ അനുഭവമായിരുന്ന ഒരു പുസ്തകം. അതേക്കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ ആ, പങ്കുവെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ വളരെ അറിയപ്പെട്ട സാഹിത്യ നിരൂപകന്മാരിലൊരാളായ മാർക്സിസ്റ്റ് ചിന്തകൻ ഡോക്ടർ പി കെ പോക്കർ, പ്രൊഫസർ പി കെ പോക്കറുടെ ആത്മകഥ ഈ അടുത്ത് DC ബുക്സ് പ്രസിദ്ധീകരിക്കുകയും അത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്യും. എരിക്കിൻ തീ എന്ന് പറയുന്ന ഈ പുസ്തകം, ഇത് സത്യത്തിൽ മലയാളത്തിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടുന്ന ഒരു മികച്ച കൃതിയാണ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ആത്മകഥകൾ എന്നത് ഒരു വ്യക്തിയുടെ കഥ, അയാളുടെ അനുഭവം എന്നതിനേക്കാൾ ഒരു കാലത്തിൻ്റെയും ഒരു ദേശത്തിൻ്റെയും ഒരു ചരിത്രത്തെ വളരെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ അടയാളപ്പെടുത്തുന്ന കൃതിയായി ആത്മകഥ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നാണ് തീർച്ചയായും പി കെ പോക്കറിൻ്റെ ആത്മകഥ. അദ്ദേഹം ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ജീവിതയാത്രയിലെ അടരുകളിൽ സാമൂഹിക മാനമുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ള ചില അനുഭവങ്ങൾ എന്നെങ്കിലും എവിടെയെങ്കിലും വായിക്കുന്നവർക്ക് ഒരു ദേശത്തെയും കാലത്തെയും തിരിച്ചറിയാനും അടയാളപ്പെടുത്താനും ഉപകരിക്കുമെന്ന് കരുതുന്ന ഏതാനും അനുഭവങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ സാമൂഹിക മാനങ്ങളുള്ള ഒരു ഒരു ജീവിതത്തെ അദ്ദേഹം സ്വന്തം ജീവിതത്തെ അടയാളപ്പെടുത്തി. തീർച്ചയായിട്ടും മലബാറിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് അവിടെ നിന്നും തത്വചിന്തയുടെയും മാർക്സിസത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഉക്കസയുടെയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒക്കെ തലപ്പത്തെ ദീർഘകാലം പലതരത്തിലുള്ള തത്വചിന്താപരവും രാഷ്ട്രീയ ആലോചനവിനും പങ്കുകൊള്ളുന്ന ഒരു ചിന്തകൻ്റെ ജീവിതം എന്നത് തീർച്ചയായും ആ സാമൂഹികമായിട്ടുള്ള കാലത്തിൻ്റെ അടയാളപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലുള്ള ഒരു മാർക്സിസ്റ്റുകാരനായിട്ട് ഒരു ഇടതുപക്ഷ ചിന്തകനെ സംബന്ധിച്ച് മലബാറിലെ വളരെ മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നും ജനിച്ച് അവിടുത്തെ എല്ലാതരം അനുഭവങ്ങളിലൂടെയും കടന്നു വരുന്നവരാണ്. അദ്ദേഹത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ചിന്തകന്മാരെ ഉദ്ധരിച്ചു വെക്കുന്നുണ്ട്, എനിക്ക് അവനെ പോലെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ബാലകാലം അല്ല ഉള്ളത്. അങ്ങനത്തെ ഒരു ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷേ മലബാറിൻ്റെ വളരെ സാമൂഹികമായ ഉൾച്ചേരലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാർക്സിസത്തിലേക്ക് എത്തുന്ന ഒരർത്ഥത്തിൽ എത്തിപ്പെടുന്ന, അല്ലെങ്കിൽ അതിലൂടെ തത്വചിന്തയിലേക്ക് എത്തിപ്പെടുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഇതിലത് സാർത്രു വരുന്നുണ്ട്, അതുപോലെ തന്നെ നീറ്റ്ഷെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രാംഷിയും അതുപോലെ തന്നെ അൽത്തൂസറും, ഇവരെല്ലാം പി കെ പോക്കർ ഇടപെടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവരെക്കുറിച്ച് പറയുകയല്ല, മറിച്ച് താൻ സഞ്ചരിച്ച വഴികളിൽ ഓർത്തെടുക്കുമ്പോൾ ഇവരിലൂടെ ചിന്തിക്കുകയാണ് സത്യത്തിൽ പി കെ പോക്കർ. ഇതിൽ എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയൊരു സംഭവം, സാധാരണഗതിയിൽ മലബാറിലൊരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് മതം വിട്ട് മാർക്സിസം പോലെയുള്ള ഒരു ഭൗതിക ചിന്ത പദ്ധതിയിൽ വരുന്ന ഒരാൾ ആ മതപശ്ചാത്തലങ്ങൾ ഓർക്കാറുള്ളത് പൊതുവെ വളരെ ഇസ്ലാമൊക്കെ വളരെ പിന്തിരിപ്പനോ വളരെ യാഥാസ്ഥികമോ ആയിട്ടാണ് ആ കാലങ്ങളെയും ഈ ആളുകളെയും നോക്കാറ്. പക്ഷെ അങ്ങനെയല്ല പി കെ പോക്കറോ ആ കാലത്ത് ഓർക്കുന്നത് എന്നോ വളരെ രസകരമായിട്ടുള്ള സംഭവം ആയിട്ട്. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ പഠിപ്പിച്ച ഉസ്താദിനെ കുറിച്ച് ഓർക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും നടത്തുന്നത് ഒരു തത്വചിന്താപരമായ ഒരു രാഷ്ട്രീയപരമായ ഒരു വിയോജിപ്പ് വിമർശനങ്ങളും വളരെ മാന്യമായി വളരെ രാഷ്ട്രീയ ബോധ്യത്തോടും ഉൾക്കാഴ്ചയോടും കൂടിയുള്ള വിമർശ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള കുടുംബത്തിൽ ഒരുപാട് പേർ ഭരിക്കുന്ന സമയത്ത്, അതേപോലെ വളരെ മതപരമായ പശ്ചാത്തലത്തിൽ അദ്ദേഹം വരുമോ, മൗലൂദ്, കുത്തുറാഖീദ്, ഖുർആൻ, അതേപോലെ നിസ്കാരം, ഇത്തരം ആചാരങ്ങൾ, ഇതിനിടയിലൂടെയാണ് അതൊക്കെ വളരെ. പക്ഷെ ഇതിനോട് അദ്ദേഹം നടത്തുന്നത് വളരെ തത്വചിന്താപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആലോചന. ഇതൊരിക്കലും ഒരു വംശീയ സ്വഭാവത്തിലുള്ള പരാമർശക്കാരനായിരുന്നത് സത്യത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വായനാടികയിലാണ് കാണേണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ മരണത്തെക്കുറിച്ചും അതേപോലെ ജീവിതത്തെക്കുറിച്ചും അത് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു വായനാനുഭവം.
എന്നാൽ മാത്രമല്ല അദ്ദേഹം ഇതിൻ്റെ കൂടെ ഒരു ദീർഘകാലമാണല്ലോ, ഒരു ജീവിതം എന്ന് പറയുന്നത് നിരവധിയായ സൗഹൃദങ്ങളുണ്ട്, രാഷ്ട്രീയമായ സഞ്ചാരങ്ങളുണ്ട്, ഒരു വ്യക്തിയുടെ കരിയറുണ്ട്. പ്രൊഫസർ എന്ന നിലയിൽ അദ്ദേഹം എത്തിപ്പെടുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടും, ഇതെല്ലാം എത്തിപ്പെടുകയാണ്. അദ്ദേഹം സർക്കാർ ഉദ്യോഗത്തിൽ ഇതിലേക്ക് അദ്ദേഹം വരികയാണ്. അവിടെ വളരെ തത്വചിന്ത എന്ന് പറയുന്ന ഒരു മേഖല ഒട്ടും സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുന്നൊരു മേഖല അല്ല. അവിടെ അദ്ദേഹം നടത്തുന്ന തത്വചിന്തയോടുള്ള അദ്ദേഹത്തിന് താല്പര്യത്തിൽ അദ്ദേഹം നടത്തുന്ന രജിസ്റ്റർ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. അങ്ങനെ ഒരു ഓർക്കാട്ടേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഇസ്തംബൂളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫിലോസഫി കോൺഫറൻസിലെത്തുന്ന പോക്കർ ഒരു വ്യക്തി, ആ വ്യക്തി അനുവദിക്കുന്ന സഞ്ചാരി. ഈ പുസ്തകം ആരംഭിക്കുന്നത് സത്യത്തില് നെയിം ഷെയ്മിങ് എന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. അപ്പോൾ കോക്കർ എന്ന പേര് തത്വചിന്തയിലും അക്കാഡമിയിലും വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അതിന് പല മാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു നെയിം ഷെയ്മിങ് അദ്ദേഹത്തിന്റെ പേരിനോടുണ്ട്. ആ പേര് കോക്കർ എന്ന പേര് പഴഞ്ചനാണ് എന്ന ധാരണ കൊണ്ട് മാത്രമല്ല, കോക്കർ എന്ന പേര് മുസ്ലിമാണ് എന്നതുകൊണ്ടുപോകും. അത് ഉണ്ടാക്കുന്ന ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പല നോട്ടങ്ങളെയും ഇങ്ങനെ പല അടരുകളിൽ തത്വചിന്താപരം, രാഷ്ട്രീയം, അക്കാദമികം എന്നൊക്കെ നമുക്ക് പേരിട്ട് വിളിക്കാവുന്ന ഒരു ജീവിതാനുഭവത്തിന്റെ രേഖയാണ് ഈ പുസ്തകം. അതിന്ന് വായനയിൽ നമ്മൾ സവിശേഷമാക്കുന്ന മറ്റൊരു ഘടകം കൂടി, അതാണ് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കുറെ കൂടി പുസ്തകത്തെ പ്രസക്തമാണ്. അത് 2000-ങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 90-കൾക്ക് ബാബരി മസ്ജിദിന്റെ 2002-ലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പശ്ചാത്തലത്തിൽ ഈ മാർക്സിസ്റ്റ് ചിന്തക തുക്കാസയിലൊക്കെ സജീവമായിട്ട് ലിവർ നടത്തുന്ന ഒരു ചോദ്യം, അത് മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സവർണ ഹിന്ദു ബ്രാഹ്മണിസം ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ മുഴുവൻ നിർണ്ണയിക്കുന്നതിനെന്തിരിച്ച് നടത്തുന്ന വിമർശനങ്ങൾ അതിശക്തിയായ വിമർശനം. ഒരർത്ഥത്തിൽ ഗ്രാംഷിയെ ഒക്കെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ നിശിതമായി വായിക്കുന്ന, ഇന്ത്യൻ സാഹചര്യത്തെ വിശകലനം ചെയ്യുന്ന ഒരു ബൗദ്ധിക അധ്വാനം പി കെ പോക്കറും KEN കുഞ്ഞാമതയൊക്കെ ഉള്ളവർ നടത്തിയതിനെ കുറിച്ച് പറയുന്നു. തീർച്ചയായിട്ടും അത് വളരെ എന്താ പറയുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക മൊമെന്റിൽ അവർ മുസ്ലിം തങ്ങളുടെ തന്നെ കീഴാള സ്വത്ത പരിസരത്തു നിന്നുള്ള ആലോചനയാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് സവർണ ഹിന്ദു പശ്ചാത്തലത്തിലുള്ള മാർക്സിസ്റ്റുകൾ നേരിട്ടത് എന്നതിനെക്കുറിച്ച് വളരെ തൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പി കെ പോക്കറിൻ്റെ ചില വെളിപ്പെടുത്തലുകളെന്ന് പറയാം, അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെന്ന് പറയാം. അത് സത്യത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഴത്തിലും വായിക്കാൻ, വളരെ ആഴത്തിലും വ്യാപ്തിയിലും വായിക്കേണ്ടത്. കാരണം ഇന്ന് നമുക്കറിയാം, മുഖ്യധാര മാർക്സിസ്റ്റ് പാർട്ടികൾ തന്നെ ഒരു ഹിന്ദുത്വ ലൈൻ എടുത്തുകൊണ്ടിരിക്കും, ഹിന്ദു മെജോറിറ്റേറിയൻസ് ലൈൻ എടുത്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് മാർക്സിസം എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ മാർക്സിസ്റ്റുകളിൽ തന്നെ ഒരു വിമർശന ചോദ്യം ഉന്നയിക്കപ്പെട്ടെ, പക്ഷെ അതിനെ ഒതുക്കിയ പി കെ പോക്കർ അവരെ വിളിക്കുന്നത്, അവരെ സുനിൽ പീളയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ വെക്കുന്നത് പ്രച്ഛന്ന സനാതനികളെന്ന്. എങ്ങനെയാണ് ഗീതയുടെ വ്യാഖ്യാനത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും ഒക്കെ അവരൊരു സവർണ ഹിന്ദു പശ്ചാത്തലത്തിൽ തന്നെ മാർക്സിസത്തെ തളച്ചിട്ടത് എന്നതിനെക്കുറിച്ചും ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് സ്വത്തുപിരി പുസ്തകം നടത്തുന്നത്. ആ അർത്ഥത്തിൽ കൂടി ഈ പുസ്തകം കൂടുതലായി വായിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒരു മലബാറിലെ ഒരു ഗ്രാമത്തിൽ ഉയർന്നു വന്ന് ഒരു തത്വചിന്തയിൽ ഇടപെട്ട മാർക്സിസ്റ്റ് ചിന്തകെന്നതിനെ അദ്ദേഹം ഈ കാലത്ത് നടത്തിയിട്ടുള്ള നിശ്ചിത വിമർശനങ്ങളുടെയും ചിന്തകളുടെയും രേഖകളൊക്കെ തീർച്ചയായും എല്ലാവരും വായിക്കേണ്ടതാണ്. നിരാത്മകത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ജീവിതമുള്ള ഭൗതിക പ്രാദേശിക പരിസരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉതിർന്നു വരുന്നത് എന്നതാണ് ഒരു ആത്മകഥ. എങ്ങനെയാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു ശൂന്യതയിൽ നിന്ന് ആ ജീവിതം സജ്ജീകരിക്കപ്പെട്ട ഭൗതികവും അതേപോലെ തന്നെ സാമുദായികവും അതേപോലെ തന്നെ മറ്റ് വ്യാവഹാരികവുമായ തലങ്ങളിൽ നിന്നാണ് ഒരു ചിന്ത ഉതിർന്നു വരുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഒരു വിമർശന ചിന്ത കഴിഞ്ഞ ഒരു ദശകങ്ങളിൽ ഉയർന്നു വന്നത് എന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകം നമ്മോട് പറയുക. ആ അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ചരിത്രമല്ല, ദേശത്തിന്റെ കാലത്തിന്റെ ചിന്തയുടെ ഒരു വിമർശനത്തിന്റെ ചരിത്രമായി ഈ പുസ്തകത്തെ
വായിക്കണം.